കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് സ്വകാര്യ ബസിനകത്ത് കയറിയുള്ള ആക്രമണത്തിൽ മർദ്ദനമേറ്റ ഡ്രൈവറെ കുടുക്കാൻ ശ്രമമെന്ന് പരാതി. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. എന്നാൽ ആക്രമിച്ചവർക്കെതിരെ ഡ്രൈവർ നൽകിയ പരാതിയിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പ് മാത്രമാണ് ചുമത്തിയതെന്നും ആരോപണമുണ്ട്. ചൊവ്വാഴ്ചയാണ് ബസ് ഓവർടേക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം അക്രമത്തിൽ കലാശിച്ചത്. ഡ്രൈവറെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. നമുക്ക് ആ ദൃശ്യങ്ങളും പ്രതികരണവും ഒന്ന് കാണാം. ആദ്യം നടക്കാവ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. അവിടുന്ന് നമുക്ക് വളരെ മോശമായ രീതിയിലുള്ള ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. പരമാവധി കോംപ്രമൈസിന് ശ്രമിക്കുന്ന രീതിയിലുള്ള ഇതാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ കേസ് ഫയൽ ചെയ്യാമെന്ന് പറഞ്ഞു. 5-ാം തീയതി നടന്ന സംഭവമാണ്. കേസ് ഫയൽ ചെയ്യുന്നത് 6-ാം തീയതിയാണ്. വാദി പ്രതിയായ രീതിയിലുള്ള ഒരു FIRലാണ് കോപ്പിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞങ്ങളുടെ പേരിൽ, എൻ്റെ പേരിൽ ജാമ്യമില്ലാത്ത വകുപ്പുകളും നമ്മൾ കൊടുത്ത പരാതികളും വളരെ പെറ്റി കേസുമായിട്ടുള്ള രീതിയിലുള്ള ഒരു അനുഭവമാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിഞ്ഞത്. FIRൽ പോലീസ് പറയുന്നത് പിന്നീട് വരുന്ന അന്വേഷണത്തിന് വരുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇതിൻ്റെ വകുപ്പുകളും കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതിനുശേഷമുള്ള കാര്യങ്ങളെ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള നിലപാടിലാണ് പോലീസുകാർ. അഭിജിത്ത് മുഴക്കുന്ന നമുക്കൊപ്പം ചേരുന്നു. അഭിജിത്ത് മുഴക്കുന്ന, തല്ലിയവർക്കെതിരെ ജാമ്യമുള്ള വകുപ്പുകൾ, തല്ലുകൊണ്ടയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ. എരഞ്ഞിപ്പാലത്തെ ബസിനകത്തെ ആക്രമണത്തിലെ കേസ് ഇപ്പോൾ ഡ്രൈവർക്കെതിരായോ? സുജിയ, പക്ഷപാതപരമായി പോലീസ് പെരുമാറുന്നു എന്നുള്ളതാണ് ഈ ബസ് ജീവനക്കാരുടെ ആരോപണം. ആ CCTV ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, വലിയ ക്രൂരമായ രീതിയിലുള്ള ആക്രമണം ഈ ബസ് ഡ്രൈവർക്കു നേരെ ഉണ്ടായിട്ടുണ്ട്, കണ്ടക്ടർക്കു നേരെ ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ രണ്ടു കൂട്ടരും, ഇരുവിഭാഗവും പോലീസിൽ പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടക്കാവ് പോലീസ് കേസെടുത്തു. അതിൽ മർദ്ദനം ഏറ്റുവാങ്ങിയ ഡ്രൈവർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തപ്പോൾ ഈ ഡ്രൈവർ നൽകിയ പരാതിയിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് പോലീസ് FIRൽ കൂട്ടിച്ചേർത്തത്. ഇതിനെതിരെയാണ് ഇപ്പോൾ വലിയൊരു വിമർശനം, ഒരു പരാതി, ആരോപണമൊക്കെ ബസ് ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സുജയ ഈ സംഭവം നടക്കുന്നത്. ബസ് ഓവർടേക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം ഇങ്ങനെ വലിയൊരു അക്രമത്തിൽ ചെന്ന് കലാശിക്കുകയായിരുന്നു. ബസ് ഓവർടേക്ക് ചെയ്തപ്പോൾ തങ്ങൾക്ക് സഡൻ ബ്രേക്ക് ഇടേണ്ടി വന്നു. അതിന് പിന്നാലെ കാറിനകത്തുണ്ടായിരുന്ന കുട്ടിക്ക് പരിക്കു പറ്റിയെന്നുള്ളതായിരുന്നു കാറിലുണ്ടായിരുന്നവരുടെ പരാതി. അതിനുശേഷം ഇവർ ബസ്സിന് കുറുകെ കാർ കൊണ്ടുവന്നിടുന്നു. തുടർന്ന് പുറത്തിറങ്ങി 5-അംഗ സംഘം ഡ്രൈവറുടെ അടുത്തേക്ക് എത്തുന്നു, സ്വകാര്യ ബസ് ഡ്രൈവറുടെ അടുത്തേക്ക് എത്തുന്നു, അയാളെ മർദ്ദിക്കുന്നു. ഇതിനൊക്കെ ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇന്നിപ്പോൾ ഇതിൽ പ്രതിഷേധിച്ച് വെള്ളിമാടുകുന്ന് റൂട്ടിലുള്ള 32 സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയിട്ടുണ്ട്. പോലീസിന്റെ നടപടി അത് കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുമെന്നാണ് ബസ് തൊഴിലാളികളുടെ മുന്നറിയിപ്പ്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. എരഞ്ഞിപ്പാലത്തെ ബസിനകത്തെ ആക്രമണത്തിൽ ഇപ്പോൾ ഡ്രൈവറിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമുള്ള കേസായിരിക്കുകയാണ്.